ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുരുഷൻ നിങ്ങളെ ചേസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളിപ്പോൾ ഒരു പുരുഷനുമായിട്ട് റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിക്കുക. ആ വ്യക്തിക്ക് നിങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുറവുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ആഗ്രഹം ആ വ്യക്തി നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാനും നിങ്ങളെ ചേസ് ചെയ്യാനും നിങ്ങളുമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആവാനും അട്രാക്റ്റഡ് ആവാനും ഒക്കെ ആണെന്ന് വിചാരിക്കുക. കുറച്ച് ടെക്നിക്കുകളുണ്ട്, എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞത് എപ്പോഴും അവൈലബിൾ ആവാതിരിക്കുക എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ കോളിലാവാം. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാനുണ്ട് നിങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്നുണ്ടെങ്കിൽ അവർ വിളിക്കുന്ന എല്ലാ സമയത്തും നിങ്ങൾ അവൈലബിൾ ആവാതിരിക്കുക. വിളിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു മെസ്സേജ് ഇടാൻ, ഞാനിപ്പോൾ വർക്കിലാണ്, ഈവനിങ് നമുക്ക് സംസാരിക്കാം, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ എപ്പോഴും അവൈലബിൾ ആവാതിരിക്കുക. അതുപോലെ തന്നെ എപ്പോഴും മീറ്റ് ചെയ്യാനും ഡേറ്റിങ്ങിനും ഒക്കെ പുറത്തേക്ക് വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കാണാൻ വിളിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ എല്ലാ സമയത്തും ഓക്കെ പറയരുത്. ചില സമയങ്ങളിൽ നമ്മൾ കുറച്ച് തിരക്കിലാണ്, അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും പരിപാടികളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുക. അപ്പോൾ ആ ഒരു അവൈലബിലിറ്റി കുറച്ച് കുറക്കുക. അങ്ങനെ കുറക്കുന്ന സമയത്ത് പുരുഷന്മാരുടെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചേസിങ് കൂടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചലഞ്ചിങ് വേണം. ക്ലിയർ ആയോ? ചേസിങ് കൂടണം എന്നുണ്ടെങ്കിൽ ചലഞ്ചിങ് വേണം. അപ്പോൾ നിങ്ങളെ അവൈലബിൾ ആവാതിരിക്കുമ്പോഴാണ് നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അടുത്ത പ്ലാൻസ് അവർ മേക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ആ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ നമ്മൾ കൊടുക്കണം. അതല്ലാതെ എപ്പോൾ വിളിക്കുമ്പോഴും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വാല്യൂ ഉണ്ടാവത്തില്ല, അല്ലേ? ഇപ്പോൾ നിങ്ങൾ സെലിബ്രിറ്റീസിനെയൊക്കെ നോക്കിയിട്ടുണ്ടോ? അവർക്കൊക്കെ അത്രയും വാല്യൂ ഉണ്ടാവാനുള്ള കാരണം എന്താ? അവരങ്ങനെ ആ ഒരു സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കാത്തത് കൊണ്ടാണ്, അല്ലേ? എന്നും കാണുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അത്രത്തോളം വാല്യൂ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് അവൈലബിലിറ്റി. നമ്മളൊരു വ്യക്തി അവൈലബിൾ ആവാതിരിക്കുമ്പോൾ കൂടുതൽ അട്രാക്ഷൻ കൂടുകയാണ് ചെയ്യുക. അത് കരുതി ഫുൾ ടൈം അവൈലബിൾ ആവാതിരുന്നു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിൽ സീൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. കുറച്ച് ടൈമിങ് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം 2 ദിവസം മാറ്റുക. അങ്ങനെ എപ്പോഴും ചെയ്യരുത്. ചില സിറ്റുവേഷൻസിൽ അങ്ങനെ ഒരു ഗെയിം കളിക്കുക. അത് തീർച്ചയായിട്ടും ഒരു ചലഞ്ചിങ് മൈൻഡ് സെറ്റ് പുരുഷന് വരാനും നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടാനും താല്പര്യം കൂടാനും ഒക്കെ കാരണമായി തീരുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇതുപോലെ ധാരാളം ടെക്നിക്കുകളുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലീവ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ എന്നുള്ളതാണ്. അഥവാ രണ്ടുപേരും കൂടി ഒന്നിച്ചിരിക്കുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിട്ടുള്ള നല്ലൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതെവിടെയെങ്കിലും പുറത്തു പോയി അടിച്ചു പൊളിക്കുന്നതൊക്കെ ആവാം, എന്തും ആവാം. അതിനുശേഷം നിങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കണ്ടുമുട്ടി കുറേ നേരം സംസാരിച്ചു, ഇടപഴകി, കുറച്ച് ദിവസം ഒന്നിച്ച് തങ്ങി, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പ് ഇടുമ്പോൾ വീണ്ടും ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് ഒരു ചേസിങ് വരും. കാരണം നിങ്ങൾ അടുത്ത് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ബിഹേവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുരുഷന്മാരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. സോ എല്ലാവർക്കും ഈ ഒരു ടെക്നിക്കും മനസ്സിലായി കാണും. ഇനി ഇതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നത് ഒരു എനർജി ആയിരിക്കും, ഒരു പ്രത്യേക വൈബായിരിക്കും. നേരെ മറിച്ച് നമ്മൾ ഈ കോൺവെർസേഷനിൽ ഒരുപാട് കംപ്ലയിൻറ്റ്സ് പറയുകയാണ്, പരാതികൾ പറയുകയാണ്, അതില്ല ഇതില്ല അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായിട്ടും നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വൈബ്രേഷൻ നെഗറ്റീവ് വൈബായിരിക്കും ഫീൽ ചെയ്യുക. അപ്പോൾ നിങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒന്നും അവർ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺവെർസേഷനിൽ ഇടപഴകുന്ന സമയത്ത് അത് ഫോണിലൂടെ ആയിക്കോട്ടെ നേരിട്ടായിക്കോട്ടെ പോസിറ്റീവായിട്ടുള്ള ടോക്സ് മാത്രം നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് ആ ഒരു എനർജിയും വൈബ്രേഷനും ഒക്കെ ഫീൽ ചെയ്യും. അത് വീണ്ടും വീണ്ടും കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ടെക്നിക്ക് പിടികിട്ടിയല്ലോ, അപ്ലൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ വിളിക്കാൻ കുറച്ച് ലേറ്റായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെസ്സേജ് വരാൻ കുറച്ച് ലേറ്റായി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി വിളിക്കാതിരിക്കുക. അവരിങ്ങോട്ട് വിളിക്കട്ടെ. അപ്പോൾ വിളിക്കാൻ ധൃതി കാണിക്കാതിരിക്കുക, എപ്പോഴും അങ്ങോട്ട് വിളിക്കാനുള്ള ഇനീഷ്യേഷൻ എടുക്കാതിരിക്കുക. കുറച്ചൊക്കെ ടൈം ഡിലേ ആയിട്ട് നിങ്ങൾ വിളിച്ചോ, കുഴപ്പമില്ല.
അവർക്ക് മിസ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങളെപ്പോഴും കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ധൃതി കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ ധൃതി കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് ഡിലേ ആക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റേ കോൺഫിഡൻറ്റ് എന്നുള്ളതാണ്. അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജോലി വേണം, സ്വന്തമായിട്ട് വരുമാനം വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പുരുഷന് കോൺഫിഡൻ്റ് ഉള്ള ഒരു ഭാര്യ അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ഉള്ള ഒരു പെൺകുട്ടി എന്നുള്ള നിലക്ക് കൂടുതൽ ചേസിങ്ങും അറ്റൻഷനും ഒക്കെ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഹസ്ബൻഡിനെ ആശ്രയിക്കാതെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനെ ആശ്രയിക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പഠിക്കുക. അതെന്താണെങ്കിലും ഓക്കെ. ഇപ്പോൾ ഡ്രോപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നതിന് പകരം നിങ്ങൾ സ്വന്തമായിട്ട് ഡ്രൈവിംഗ് പഠിക്കുക, സ്വന്തമായിട്ട് വണ്ടി മേടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കുക ഞാനില്ലെങ്കിലും പുള്ളിക്കാരി എല്ലാ കാര്യം ചെയ്യും എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് ചേസിങ് കൂടുക ചെയ്യുക. കാരണം ആരുടെ ആവശ്യമാണ്? പുരുഷന്മാരുടെ ആവശ്യമാണ് നിങ്ങളെ വേണമെന്നുള്ളത് അല്ലേ. നിങ്ങൾക്ക് അവരെ ആവശ്യമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ അത്തരം ആക്ടിവിറ്റിയിലൂടെ അഥവാ ഓവർ കോൺഫിഡൻസിലൂടെ അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരെ ആശ്രയിക്കാതിരിക്കുമ്പോഴും ഒക്കെ കൂടും എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ നീഡായിട്ട് മാറും നിങ്ങളെ വേണമെന്നുള്ളത്. സോ ഈ ഒരു ടെക്നിക്ക് കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഏകദേശം 5 പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അപ്ലൈ ചെയ്യുക, സിമ്പിളായിട്ട് പുരുഷന്മാരെയൊക്കെ കൈകാര്യം ചെയ്യുക. എനിവേ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് പറയാവുന്നതാണ്. സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എനിവേ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ. ഹലോ മാം, എൻ്റെ വൺ സൈഡ് ലവ് സക്സസ് ആയി. ആദ്യം ലവ് മാസ്റ്ററിയാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലവ് മാസ്റ്ററി അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ ആള് എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് ഇഷ്ടം പറയാണ് ചെയ്തത്. ആൾക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ മെസ്സേജ് അയച്ചു, പിന്നെ കോൾ ചെയ്തു, പിന്നെ ഞങ്ങൾ റിലേഷൻഷിപ്പ് തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ റിലേഷൻഷിപ്പ് മാസ്റ്റർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആളെനിക്ക് പിന്നെയും വിളിച്ചിട്ട് ഞാൻ ഒരിക്കലും വിട്ടു പോവില്ല, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ കുറേ സോറിയും ഒക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് റിലേഷൻഷിപ്പ് മാസ്റ്ററും ലവ് മാസ്റ്ററും അറ്റൻഡ് ചെയ്തതിൽ എൻ്റെ കാര്യങ്ങൾ സക്സസ് ആയി. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഇപ്പം എനിക്ക് മനസ്സിലായി ആളെന്നെ ഒരിക്കലും ഇനി വിട്ടു പോവില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അത്രയും ഹാപ്പിയാണ്. താങ്ക് യു.